ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൺകുട്ടി ഡയറീസ്. അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. വണ്ടിക്കും ബർത്ത്ഡേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ എൻ്റെ വണ്ടിക്കുണ്ട് കേട്ടോ. 2023 ഒക്ടോബർ 27 ഈ വണ്ടി എൻ്റെ കൈ കിട്ടുന്നത്. 2018 ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. എൻ്റെ ചെറുമാമനാണ് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒറ്റ റൗണ്ടിൽ മാത്രമാണ് മാമൻ എൻ്റെ ബാക്കിലുണ്ടായിരുന്നത്, മീൻസ് ഗ്രൗണ്ടിൽ കേട്ടോ. അപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഫണ്ട് റെഡി ആവാത്തതുകൊണ്ടും മറ്റും ആ ഒരു ആഗ്രഹമായി തന്നെ എൻ്റെ മനസ്സിലൊരു 4-5 കൊല്ലം അങ്ങനെ കിടന്നു. അങ്ങനെ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് കഴിപ്പിക്കും നമുക്ക് ഫണ്ട് റെഡി. അപ്പോൾ എൻ്റെ വിചാരം എന്താ, പൈസ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കൈയോടെ കിട്ടുന്നായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തുള്ള ഈ സോളിഡ് ഐസ്ക്രീം എന്ന ഈ ഒരു കളർ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കാലായിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനായിട്ട് കരഞ്ഞിട്ടും ഉറങ്ങാണ്ടേയും അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെയൊക്കെ കുറെ ആൾക്കാര് എന്തപ്പോ ഇത്ര കളറിലിരിക്കണം, ഏതെങ്കിലും ഒന്നങ്ങോട്ട് എടുത്താൽ പോരെ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു സാധനം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടണം എന്നല്ലേ. അവസാനം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത് അവർ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു തന്നെ കുറേ ദിവസം പറ്റിച്ചു. കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു, കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ പല പല സ്ഥലങ്ങൾ അന്വേഷിച്ചു. നമ്മൾ ലാസ്റ്റ് ജില്ല വരെ മാറി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ഡിസ്ട്രിക്ട് വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി ലാസ്റ്റ് കല്ലടിക്കോട് ഷോറൂമിൽ നിന്നാണ് നമുക്ക് സംഭവം എന്തെങ്കിലും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരുപാട് പ്രതീക്ഷകളോടെ കല്ലടിക്കോട്ടേക്ക് ബുക്ക് ചെയ്യാൻ പോകുമ്പോഴത്തെ ഫോട്ടോ കേട്ടോ അത്. ഞാനും എൻ്റെ വലിയമാമനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്നൊരു പൂജയുടെ സമയമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പൂജ ടൈം ആകുമ്പോഴേക്കും വണ്ടി പൂജിക്കണം എന്നുള്ള ഒരു ഇതിലൊക്കെയായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും വണ്ടി കിട്ടിയില്ല. അങ്ങനെ കാത്തിരുന്ന് മടുത്ത് അതിന്റെ പീക്കിലെത്തിയ ഒരു ദിവസം ഒക്ടോബർ 27 വണ്ടി വന്നു. സത്യം പറഞ്ഞാൽ വണ്ടി എടുത്തത് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മയും കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി. എൻ്റെ പ്രിയേച്ചൊക്കെ ഞാൻ വണ്ടി എടുത്ത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എടുത്ത ഒരാളാണ്. അതൊക്കെ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം. എന്നെ വളരെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം ഞാനും എൻ്റെ വണ്ടിയും തമ്മിലുള്ള ഈ ഒരു ആത്മബന്ധം. എൻ്റെ കസിൻ ആ രീതിയിലിട്ട് പേരാണ് കേട്ടോ മണിവാഹനം. അപ്പോൾ ഗൈസ്, എനിക്ക് എൻ്റെ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകൾ പറഞ്ഞു തീർക്കാനുണ്ട്. കാരണം ഞാനത് അത്രയും അത്രയും കൊതിച്ച് നേടിയ ഒരു സാധനമാണത്. വേണമെങ്കിൽ പൊരുതി നേടിയെന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.